മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അടുത്ത് ഒരു ഡയലോഗ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് കിട്ടിയൊരു മറുപടി ഉണ്ടായിരുന്നു. ഈ ഇടതുപക്ഷ അനുഭാവികൾ അല്ലെ കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും ഈ ക്ഷേത്രങ്ങളിൽ പോകാറില്ല, ദൈവവിശ്വാസികളല്ല എന്നൊക്കെ ഒരു അടക്കം പറച്ചിൽ എപ്പോഴും ഉള്ളതാണ്. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നൊരു സാധനം മനസ്സിൽ മാത്രം മതി, അതെപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കേണ്ടതൊന്നല്ല എന്നുള്ളത് തെളിയിച്ച് കാണിച്ച് തന്നൊരു വ്യക്തി തന്നെയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നൊരു സഖാവ്. അദ്ദേഹം മഹാഭാരതത്തിനെ പറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അദ്ദേഹം ഇതും വശമുണ്ടായിരുന്നോ രാമനുണ്ണിക്കെന്നൊക്കെ ചോദിക്കുന്നത് പോലെ പിണറായി വിജയന്റെ മുന്നിൽ അടിപതറിപ്പോകുന്നൊരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ പുറപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ല. അദ്ദേഹത്തെ അങ്ങനെ എന്തോ ഒരു നിസ്സഹായാവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്ന നേരത്തെ പറഞ്ഞു. ബഹുമാനായ രമേശ് ചെന്നിത്തലക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല. തന്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത്. ചാകാത്ത നാളല്ല ഞാനും പറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ല മഹാഭാരതത്തിൽ. പറഞ്ഞത് ആരോടായിരുന്നു? അർജുനനോടും കൃഷ്ണനോടുമായിരുന്നു. ആ പറഞ്ഞത് അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ. അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപിഷ്ഠനായി. ഫലം അർജുന് തടുക്കാനായില്ല, കൃഷ്ണനും തടുക്കാനായില്ല. രണ്ടുപേരും ഭയങ്കരമായി മുറിവേറ്റു. അപ്പോൾ കൃഷ്ണന്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ്. കൃഷ്ണൻ സുദർശന ചക്രം എടുത്തു. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അയ്യോ ചെയ്യരുത്, ജീവിക്കരുത്, കാരണം വാക്കുണ്ടല്ലോ, ഇതെടുക്കില്ലെന്ന്. അങ്ങനെ 2 തവണ സംഭവിച്ചു. അപ്പോൾ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് ആണെന്ന് തന്ത്രശാലിയായ കൃഷ്ണൻ ധർമ്മപുത്രയായിട്ടും ഭീഷ്മർ കേട്ടി. അല്ലെങ്കിൽ അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട്, അവരോട് തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട്, അതൊക്കെയാണ്. അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്ത്, ശ്രീരാമനോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. എന്ത് സമ്മതിക്കുന്നു? വീണ് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു. മറ്റേ ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവമാനിച്ചത് മോശമായി പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല ജി ഇനി അവിടെ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എടാ മക്കളെ, ബുക്ക് നോക്കി വായിക്കുന്നു, പിണറായി വിജയൻ ബുക്ക് നോക്കിയേ വായിക്കാൻ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇതൊന്ന് കാണണം. ഒരു ബുക്കോ അല്ലെ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറോ നോക്കി വായിച്ചാൽ അയാൾ ഒരു മുഖ്യമന്ത്രിയാണ്. അത് നോക്കി വായിക്കാതെ അദ്ദേഹം അല്ലാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അയാളുടെ മുൻപിൽ ഇന്ദ്രനോ ചന്ദ്രനോ പോയാൽ പോലും അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയും ഈ ഉമ്മാക്കി കാണിച്ചുള്ള പേടിപ്പിക്കലോ ഉമ്മാക്കി കാണിച്ചുകൊണ്ടുള്ള ഈ പ്രഹസനം പറച്ചിലോ അല്ലെ വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വൃത്തികെട്ട PR കളികളോ ഒന്നും അങ്ങോട്ടേക്ക് വേണ്ട, വില പോവില്ല.